ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നേരെ വരുന്നത് കൊച്ചിയിലെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ്. വിജയ് ഭവ VBA അവാർഡ് ഫംഗ്ഷനിൽ പോയതാണ്. അവിടെ ആരാണ് ഈ അവാർഡ് വാങ്ങുന്നതും കൊടുക്കുന്നതൊക്കെ ചോദിച്ചാൽ ഈ കേരളത്തിലെ ഒരു വിജയിച്ച 700 സംരംഭകരാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയ കാര്യം, കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവിടെ കണ്ടത് ജീവിതത്തിൽ വ്യവസായം നടത്തി കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ കാലുറപ്പിച്ച് നിൽക്കുന്ന 700 സംരംഭകരെയാണ്. അഭിമാനം തോന്നി. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ച് ഗൂണ്ടാ നേതാവിന്റെ ജന്മദിനാഘോഷം നടന്നു. കരുനാഗപ്പള്ളിയിൽ ഒരു ഹോട്ടലായിരുന്നു ആഘോഷം. കൊലക്കേസ് പ്രതികൾ അടക്കമുള്ളവർ ഈ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തു. വാള് വെച്ചാണ് കേക്ക് മുറിച്ച്. ശ്രദ്ധിച്ചല്ലോ, അതാ കളി. ഇപ്പോൾ ഇതൊരു ബ്രേക്കിംഗ് വാർത്ത തന്നെയാണ് കേട്ടോ ശരിക്കും. അപ്പോൾ ഈ ബ്രേക്കിംഗ് വാർത്തയുമായി അരുൺ രാജ്, ഞങ്ങളുടെ പ്രതിനിധി കൊല്ലത്തു നിന്നും തത്സമയം ചേരുന്നു. അരുൺ, ഇങ്ങനൊരു ജന്മദിനാഘോഷം ഞാൻ എൻ്റെ മീഡിയ ലൈഫിൽ ആദ്യമാണ് കാണുന്നത്. വാള് വെച്ചൊക്കെ കേക്ക് മുറിച്ച് ആ വാളിൻ്റെ തുമ്പ് കൊണ്ട് തന്നെ ഈ കേക്കെടുത്ത് ജന്മദിനാഘോഷിക്കുന്ന ഈ ബർത്ത്ഡേ ബേബിയുടെ വായിലേക്കൊക്കെ കൊടുക്കുന്നത് ഒരു അപൂർവ സംഭവമാണ്. പറയൂ അരുൺ രാജ്. 3 ആഴ്ച മുമ്പ് കരുനാഗപ്പള്ളിയിലെ ഇൻ മെമ്മറീസ് എന്ന ഹോട്ടലിൽ നടന്ന ബർത്ത്ഡേ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ആ ദൃശ്യങ്ങളിൽ കണ്ട ഈ ആൾക്കാർ അത് ചില്ലറക്കാരുമല്ല, കായംകുളത്തെയും ആലപ്പുഴയിലെയും ഗുണ്ടാ നേതാക്കളാണ്. ആലപ്പുഴയിൽ പോലും പ്രവേശിക്കരുതെന്ന പോലീസ് വിലക്കുള്ള, കോടതിയുടെ വിലക്കുള്ള ഗുണ്ടാ സംഘങ്ങളാണ് ഈ കരുനാഗപ്പള്ളിയിലെ ഇൻ മെമ്മറീസ് എന്ന ഹോട്ടലിൽ ഒത്തുകൂടിയത്. MS നിതീഷ് എന്ന ഗുണ്ടാ നേതാവിന്റെ ജന്മദിനാഘോഷമായിരുന്നു നടന്നത്. ഈ ജന്മദിനാഘോഷത്തിൽ കേക്ക് മുറിച്ചുള്ള ആഘോഷം, അത് വടിവാൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ വടിവാൾ കൊണ്ടാണ് കേക്ക് മുറിക്കുന്നത്. ആ കേക്കിന്റെ കഷ്ണങ്ങൾ ഒടുവിൽ ആ ഗുണ്ടാ നേതാവും ഈ സഹപ്രവർത്തകരുമെല്ലാം വീതം വെച്ചെടുക്കുന്നതടക്കം ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഇതിൽ ഏറ്റവും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് ഈ ദൃശ്യങ്ങൾ അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. ആ ദിവസം പുറത്തു വരുമ്പോൾ മാത്രമാണ് സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇങ്ങനൊരു പരിപാടി പോലും ആ ഹോട്ടലിൽ നടന്നുവെന്നറിയുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം ആ ഹോട്ടലിലെത്തി ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇത് തങ്ങളുടെ പക്കലില്ല എന്നതായിരുന്നു ഹോട്ടലിന്റെ മറുപടി. എന്തായാലും ഈ സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോലീസിന് ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരൽ അറിയാതെ പോയത് എന്ന ചോദ്യം കൂടി ഇപ്പോൾ ബാക്കിയായി മാറുകയാണ്. എന്തായാലും ഗുണ്ടാ സംഘങ്ങളുടെ വിപുലമായ ആഘോഷമാണ് കരുനാഗപ്പള്ളിയിലെ ഈ ഇൻ മെമ്മറീസ് എന്ന ഹോട്ടലിൽ നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചനകൾ പോലീസിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും സംഭവം ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അവർ ചോദിക്കും, നമ്മൾ ഈ വാർത്തയെ കാണിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ജന്മദിനാഘോഷം വന്നാൽ നടത്തണ്ടേ, ബാക്കി നാട്ടുകാർക്ക് മുഴുവൻ മാന്യമാർക്ക് നടത്താമല്ലോ എന്ന് ചിലപ്പം തിരിച്ച് ചോദിക്കുന്നുണ്ടാവും. എന്തായാലും ദിസ് എ റെയർ എക്സ്പീരിയൻസ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ആലുവ സബ് ജയിലിൽ ജയിൽ വാർഡന് നേരെ മയക്കുമരുന്ന് പ്രതികളുടെ ആക്രമണം ഉണ്ടായി. സൂപ്രണ്ടിന്റെ ഓഫീസ് അടിച്ച് തകർത്തു. പ്രതികളെ കീഴ്പ്പെടുത്തുന്നതിനിടെ ജയിൽ വാർഡന് പരിക്കേറ്റുവെന്നും വാർത്ത വരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളും വായിച്ചിരുന്നു. പറയൂ വിഷ്ണു. SKN, ഇന്ന് 12:00 കൂടിയാണ് സംഭവം. ആലുവ സബ് ജയിലിലാണ് ഈ മയക്കുമരുന്ന് പ്രതികൾ ജയിൽ വാർഡനെ ആക്രമിച്ചത്. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അഫ്സല്, മുനീസ്, ചാൾസ് തുടങ്ങിയ 3 പേരാണ് ഈ പ്രതികൾ. ഇവർ കഴിഞ്ഞ ദിവസം ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് വിചാരണ തടവുകാരായാണ് ജയിലിലേക്ക് എത്തിയത്. ഈ പ്രതികൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസ് അടിച്ചു തകർക്കുകയും അതിന്റെ ചില്ലുൾപ്പെടെ ഉപയോഗിച്ച് ഈ ജയിൽ വാർഡനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. പരിക്കേറ്റ സെറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ലഹരി കേസ് പ്രതികളെ കൊണ്ട് നാട്ടിലും അതോടൊപ്പം തന്നെ ജയിലിലും പൊറുതിമുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു. വല്ലാത്തൊരു അവസ്ഥയാണ്. അതിനിടയിലെ പ്രസാദ് പറയും, SK, ക്യാൻ യു ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് ടു കണ്ടക്ട് പീരിയോഡിക് റെയ്ഡ്സ് ഇൻ സ്കൂൾസ്? ഈ ലഹരി മരുന്ന് പിടിക്കാൻ സ്കൂളുകളിലൊക്കെ റെയ്ഡ് നടത്താൻ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ കഴിയും. ഗവൺമെൻറ്റിന് തന്നെ അറിയാം. കാരണം ഇതിനകത്തൊരു സംഘടിതമായ ശ്രമം വേണം. സൈബർ തട്ടിപ്പിലും അതുപോലെ ഈ ക്രിമിനൽ ഇത്തരം ലഹരി കടത്തിലും അതുപോലെ ലഹരി വ്യാപനത്തിലുമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ വേണ്ടത്. കേരളത്തിലെ ക്രമസമാധാന നില ഭദ്രമൊക്കെയാണ്, എന്നാൽ ഭദ്രത്തിന് ഒരു പുഴുക്കുത്താണിതൊക്കെ. ക്രിമിനൽ കേസിലെ പ്രതി ജിജോ തില്ലങ്കേരിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലാകും തടവിൽ പാർപ്പിക്കുക. സജോ ദേവസ്യ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, പ്രൈം ടൈമിലേക്ക് താങ്കൾ സ്വാഗതം. എന്താണ് ഇതിന്റെ പിന്നാമ്പുറം? SKN, സ്വർണ്ണക്കടത്ത് ആരോപണ കേസിലടക്കം ഉൾപ്പെട്ട ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളിയാണ് കണ്ണൂർ തില്ലങ്കേരി സ്വദേശിയായ ജിജോ തില്ലങ്കേരി. 25ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഒടുവിലാണ് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ച്
ജിജോയ്ക്കെതിരെ കാപ്പ ചുമത്തിയത്. നേരത്തെ ഒരു തവണ ജിജോയ്ക്കും ആകാശിനുമെതിരെ കാപ്പ ചുമത്തിയാണ്. അതിനുശേഷം പുറത്തിറങ്ങിയതാണ്. വീണ്ടും ക്രിമിനൽ കേസുകളിൽ ഒരു പീഡനാരോപണ കേസിൽ അടക്കം പ്രതിയായിരുന്നു ജിജോ തില്ലങ്കേരി. അങ്ങനെയാണ് ഒടുവിൽ വീണ്ടും ശുപാർശ പോവുകയും അത് അംഗീകരിക്കപ്പെടുകയും ഏറ്റവും ഒടുവിൽ ജിജോ തില്ലങ്കേരിയെ കാപ്പ ചുമത്തി. രണ്ട് സാധ്യതകളാണ് കാപ്പ ചുമത്തുമ്പോൾ ഉള്ളത്. ഒന്ന്, കാപ്പ ചുമത്തി നാട് കടത്താം, അതായത് ജില്ലയ്ക്ക് പുറത്തേക്ക് അയക്കാം. അതല്ലെങ്കിൽ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കാം. അതായത് കൂടുതൽ ഗുരുതരമായ കേസുകൾ തുടർച്ചയായി ഉണ്ടാവുകയാണെങ്കിൽ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കാനുള്ള നിയമപരമായ സാധ്യതയാണുള്ളത്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ജിജോ തില്ലങ്കേരിയെ കാപ്പ ചുമത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ജിജോ തില്ലങ്കേരി ഇടത് സൈബർ പോരാളിയാണ്. പലപ്പോഴും നേരത്തെ ഉണ്ടായ പലതരം രാഷ്ട്രീയ ചർച്ചകൾ, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള ഉണ്ടായ ചർച്ചകളിലടക്കം അതുകൂടാതെയും ഇടത് സൈബർ പോരാളി എന്ന നിലയ്ക്ക് സൈബർ ഇടങ്ങളിൽ വിലസുന്ന ആൾ കൂടിയാണ് ജിജോ തില്ലങ്കേരി എന്നതാണ് ഈ കേസിന്റെയും ജിജോ തില്ലങ്കേരിയുടെയും ഒരു രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ സൈബർ പോരാളി എന്ന നിലയ്ക്ക് പല സൈബർ യുദ്ധങ്ങളും നയിക്കുന്നതിന് ആകാശ് തില്ലങ്കേരിക്കൊപ്പം നേതൃത്വം നൽകിയ ആകാശ് തില്ലങ്കേരിയുടെ ഒരു പ്രധാന കൂട്ടാളി കൂടിയാണ് ജിജോ തില്ലങ്കേരി എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നേരത്തെ കാപ്പ ചുമത്തിയ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നേരത്തെ കാപ്പ അഡ്വൈസറി ബോർഡിനടക്കം അപ്പീൽ നൽകുകയും പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്ത ആളാണ് ജിജോ തില്ലങ്കേരി. ഒടുവിൽ കൂടുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പശ്ചാത്തലത്തിലാണ് പോലീസ് റിപ്പോർട്ട് എതിരാകുന്നത്. ഒടുവിൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കൂടിയും ഈ വിഷയത്തിൽ വന്നു. പിന്നീടാണ് കാപ്പ ചുമത്താനുള്ള ശുപാർശ വന്നത്. ആ ശുപാർശയ്ക്ക് അന്തിമ അംഗീകാരമായതോടുകൂടിയാണ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സജു ദേവസ്യ. സിയാദ് ചുറ്റുമൂല പറയുന്നു SKN ഇൻ മെമ്മറീസ് അല്ല, അത് മെമ്മറീസ് ഇന്നാണ്. അതായത് ഗുണ്ടകളുടെ ജന്മദിനാഘോഷം നടന്നില്ല, കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞതാണ്. ദിനു ഗോപാൽ പറയുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് SKN ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്ത് സൂക്ഷിക്കാനാ? എന്നോട് കേരളത്തിലെ ഒരു DGP എനിക്ക് ഒരു വലിയൊരു ഭീഷണി വന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇരുട്ടിലുറങ്ങാത്ത കൊച്ചി എന്നൊരു രണ്ട് ഭാഗത്തുള്ള ഒരു നമ്മൾ തമ്മിൽ സംപ്രേഷണം ചെയ്തിരുന്നു. അത് ഗുണ്ടാത്താവളങ്ങളിൽ നമ്മൾ നടത്തിയ നേരിട്ടുള്ള ചില സംഭവങ്ങൾ അതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവരിൽ കുറച്ച് പേരെ നമ്മുടെ മുഖ്യമന്ത്രി ഉത്തരവ് പ്രകാരം ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് നല്ല ഭീഷണിയുണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ DGPയുടെ മുന്നിൽ പോയിരുന്നു. അപ്പോൾ DGP എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഈ ലോകം മുഴുവൻ സെക്യൂരിറ്റിയുമായിട്ട് കരുതിയിരുന്നാലും ഒരാൾ താങ്കളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അത് നടക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ പേടിത്തൂറിയായിട്ട് DGPയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് DGP ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം ചോദിച്ചു, രാജീവ് ഗാന്ധിക്ക് എന്താ സെക്യൂരിറ്റിയുടെ കുറവുണ്ടായിരുന്നു എന്നൂടെ ചോദിച്ചു. ഞാൻ എന്ത് ക്ണാപ്പ് DGP, ഒരു മനുഷ്യൻ പേടിച്ചരണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെയാണോ പറയുന്നത്? ധൈര്യമായിട്ട് ഇരിക്കൂ, നിങ്ങളെ ഒന്നും ഒരു ചുക്കും ആരും ചെയ്യത്തില്ല, നിങ്ങൾക്ക് ചുറ്റും വേണം, ഞങ്ങൾ കാവൽ തീർക്കും എന്നൊക്കെ പറയുമെന്നാണ് വിചാരിച്ച്. അപ്പോൾ ഞാൻ അങ്ങ് എണീറ്റു. അല്ല, നിങ്ങൾ പോകാൻ വരട്ടെ. ഇല്ലല്ല, ഞാൻ ഇനി ഇരിക്കുന്നത്. ഞാൻ കടുത്ത ഒരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ആലോചിച്ചു. അദ്ദേഹം പറഞ്ഞാൽ കറക്റ്റ്. നമ്മൾ എത്ര സുരക്ഷ ഒരുക്കിയാലും വരുന്നവനെ നമ്മളെ കൊല്ലണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. അപ്പോൾ അവൻ തീരുമാനിച്ച് വരികയായിരിക്കും. ഒരുത്തും തീരുമാനിച്ചിറങ്ങിയാൽ നമ്മുടെ കാര്യം പോക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അന്ന് എന്നോട് ഒരു പോലീസുകാരൻ വരാന്തയിൽ നിന്ന് പറഞ്ഞു തന്നു, ആ പോലീസുകാരൻ്റെ ബുദ്ധി കൊള്ളാം, സെക്കൻഡ് ഷോ സിനിമയ്ക്കൊന്നും പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. കാര്യം അടുത്തിരിക്കുന്ന കത്തി കയറ്റിയാൽ നമ്മൾ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല. എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. പഴയ കാലമല്ല എന്നതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിൻ്റെ സമരം തുടരുന്നതിനിടെ കുടിശ്ശിക പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അനുവദിച്ചുവെന്ന ആശ്വാസകരമായ വാർത്ത ഇന്ന് വന്നു. സമരം വിജയമാണെന്നും ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശാ വർക്കേഴ്സ്. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സമരത്തെ തള്ളി ആശാ വർക്കേഴ്സ്. സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി സർക്കാർ അനുവദിച്ചത്. നാഷണൽ ഹെൽത്ത് മിഷനാണ് ഓണറേറിയം കുടിശ്ശികയും ഇൻസെൻറ്റീവും അനുവദിച്ചത്. ഇതോടെ 3 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായി നൽകി. ഓണറേറിയം ലഭിച്ചതിൽ സന്തോഷമെന്നും സമരം നിർത്തണമെങ്കിൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമെന്നും സമരക്കാർ. അയ്യോ, സമരം ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്തത്. ഞങ്ങൾക്ക് സമരം ചെയ്തതിന് പ്രധാനമായ ഘടകമെന്ന് പറയുന്നത് പിരിച്ചുവിടൽ ആനുകൂല്യം ഞങ്ങൾക്ക് തരുക. മറ്റൊന്നുള്ളത് പെൻഷനാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് 21,000 രൂപ ആക്കുക. സമരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെന്റീവ്സിന്റെ 60% ഉണ്ടല്ലോ, അത് ഏതാണ്ട് 100 കോടി രൂപ ആശമാരുടെ ഇൻസെന്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം. 2023-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു.
യൂത്ത് കോൺഗ്രസിന്റെ സമരരീതിയെ ആശാ വർക്കേഴ്സ് തള്ളി. സമരത്തിൻ്റെ പേരിൽ ആരെങ്കിലും അതിനെ സമരത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി അക്രമം നടത്തിയ ഞങ്ങൾക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല, ഞങ്ങൾ അക്കൗണ്ടബിൾ അല്ല ആ വിഷയത്തിൽ. അല്ല, അക്രമത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ 18 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നത് അക്രമം നടത്താനായിരുന്നേ വളരെ വൈകാരികമായ തലത്തിലാണ് ഞങ്ങളിത്. പക്ഷേ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ അക്രമം നടത്തില്ല, ഒരു തരത്തിലുമുള്ള നിയമലംഘനം നടത്തില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയർന്നു. 24 തിരുവനന്തപുരം. എന്തായാലും നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിർമ്മല രാജനാണ് പറയുന്നത്, SK എന്നെ തൊട്ട് കളിച്ചാൽ ആ കളി തീ കളി സൂക്ഷിച്ചു. എനിക്ക് മനസ്സിലായി, ഞാനൊന്നും പറയുന്നില്ല കേട്ടോ, ഞാൻ എന്നെ നിയന്ത്രിക്കുക. ഇപ്പോൾ പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥിനിയെയും യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് മുതലമടയിൽ വിദ്യാർത്ഥിനിയെയും ബന്ധുവായ യുവാവിനെയുമാണ് തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത്. മുതലമട പത്തിച്ചിറ സ്വദേശിനിയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അർച്ചന, മിനിക്കുംപാറ സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർച്ചനയെ പത്തിച്ചിറയിലെ വീടിനകത്തും ഗിരീഷിനെ വീടിന് സമീപത്തെ തോട്ടത്തിലും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. കൊല്ലങ്കോട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചുവെന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യും. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇതൊക്കെ ഈ അടുത്ത കാലത്താണ് ഇത് ഇത്ര കൂടിയത്. എന്താ സംഭവം എന്നറിയില്ല. ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിന് ബദൽ സമരവുമായി CITU. കേന്ദ്ര അവഗണന ഉയർത്തി കോഴിക്കോട്ടും കണ്ണൂരും ആലപ്പുഴയിലും ഇന്ന് CITU പ്രതിഷേധം നടത്തി. ചിറയൻകീഴിൽ ആശാ വർക്കേഴ്സിനെ CITU നേതാക്കൾ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്നും പരാതി ഉയർന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അതിശക്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് ബദൽ സമരവുമായി CITU രംഗത്തെത്തുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടതെന്നാണ് CITU നിലപാട്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം CITUവിന്റെ സമരത്തിന് പിന്നിലുണ്ട്. കോഴിക്കോടും കണ്ണൂരും ആലപ്പുഴയിലുമാണ് ബദൽ സമരം തുടങ്ങിയത്. തിരുവനന്തപുരത്ത് AG's ഓഫീസിന് മുന്നിൽ നാളെ സമരം നടത്തും. അതിനിടെ തിരുവനന്തപുരം ചിറയൻകീഴ് ആശാ വർക്കേഴ്സിനെ വീട് കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. CITU പ്രാദേശിക നേതാവിൻ്റെതാണ് ഭീഷണി. ഈ ഭീഷണി സംസ്ഥാന തലത്തിലുണ്ട്. ഞങ്ങളെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആശാ വർക്കർമാർ. കാരണം വീടുകൾ കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആരും സമരത്തിന് പോകാൻ പാടില്ല, തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി കളയും, ഇതാണ് അവർ പറയുന്നത്. ആരോപണം നിഷേധിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഞാൻ CITUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണല്ലോ, ആ ആരോപണം ഞാൻ നിഷേധിക്കാം. CITUവിന് അങ്ങനെ ഒരു നിലപാടില്ല. അത് വെറുതെ ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമേ അതിനെ കാണാൻ കഴിയൂ. തൊഴിലാളിയുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടിന്റെ പക്ഷത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ പിന്തുണച്ച് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നതോടെ സമരം ഒന്നുകൂടി ശക്തമാക്കാനാണ് തീരുമാനം. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന 3-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. ഹെവൻലി മ്യൂസിക് മീഡിയ എന്നൊരു കാര്യം പറഞ്ഞത് വാർത്തകൾ കാണാൻ ഭയമാണ്. അങ്ങനെ അത്രയും അപകടകരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ട്രെൻഡ് കുറച്ച് മോശമാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, MC റോഡിൽ കിളിമാനൂർ ഇരട്ടച്ചിറയിൽ KSRTC ബസ്സും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരനായ വട്ടപ്പാറയിലെ സന്തോഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അത് 47 വയസ്സുള്ള ഒരാളാണ്. ഇയാൾ KSEB കിളിമാനൂർ ഇലക്ട്രിക് സെക്ഷനിലെ ജീവനക്കാരനാണെന്ന് അറിയുന്നു. കാരറ്റ് ഭാഗത്തു നിന്നും കിളിമാനൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് എതിർദിശയിൽ വന്ന 2 വീലറിൽ ഇടിക്കുകയായിരുന്നു. ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെയാണ് എതിർദിശയിലൂടെ വന്ന വാഹനത്തെ ഇടിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പാവം ഈ KSEB ജീവനക്കാരൻ. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ തീപിടുത്തം അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. സൾഫർ പ്ലാന്റിലെ കൺവെയർ ബെൽറ്റിലാണ് ആദ്യം തീപിടിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് എത്തുകയാണ്. തീപിടുത്തത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ 24-നാണ്. ये इसमें आग लग गया नीचे. വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ആൻമരിയ ഉണ്ട്. ആൻമരിയ, എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? എന്താണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കഴിഞ്ഞു? ലേറ്റസ്റ്റ് വിവരങ്ങൾ. SK ഏകദേശം ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10ഓളം യൂണിറ്റുകൾ
എത്തിയാണ് ഈ വില്ലിംഗ്ടൺ ഐലൻഡിലുണ്ടായ ഈ തീപിടുത്തം അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നത്. ഏകദേശം 10-ലധികം യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തവുമാണ്. കൊച്ചി തുറമുഖത്ത് എറണാകുളം വാർഫിലെ Q10 ഷെഡിലാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അത് കൺവെയർ ബെൽറ്റിനാണ് തീ പിടിക്കുന്നത്. അതിനുശേഷം ഈ സൾഫറിലേക്ക് തീ എത്തുകയായിരുന്നു. സൾഫർ നമുക്ക് അറിയാവുന്നതാണ്, അത് ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു വലിയ അപകടത്തിലേക്കും സാധ്യത ഉണ്ടാകേണ്ടതാണ്. ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. ഭാഗ്യം കൊണ്ടാണ് ആളപായം ഒന്നും ഉണ്ടാകാതിരുന്നത്. പക്ഷേ സൾഫറാണ് കത്തിയത്. അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പരിസര പ്രദേശങ്ങളിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇതിന്റെ ദുർഗന്ധം അത് ഈ ശ്വാസതടസ്സം പോലെ നമുക്ക് വളരെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏകദേശം 6:30 കൂടിയാണ് ഈ വില്ലിംഗ്ടൺ ഐലൻഡിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം ആദ്യം മട്ടാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് ഈ പ്രദേശത്തേക്ക് എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീടാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതും തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. എനിക്ക് ഈ പിന്നിൽ കാണുന്ന ഈ ഷെഡിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇത് നിയന്ത്രണ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല. എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത. വലിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ സൾഫർ ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെയും തീ കത്താനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ ഈ 10ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ചില യൂണിറ്റുകൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിലും നിലവിൽ 2-3 യൂണിറ്റുകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ്. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും വെല്ലിംഗ്ടൺ ഐലൻഡിൽ തീ പിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷേ തീ നിയന്ത്രണ വിധേയമായി എന്ന് അറിയുമ്പോൾ സന്തോഷം. ചന്ദ്രൻ ചിറയിലൻ, ഞാൻ വാക്ക് തെറ്റിച്ചതിൻ്റെ ഒരു കാര്യം എന്നോട് പറയുന്നു, മുഖംമൂടി കമൻറ്റുകൾ വായിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വായിച്ചു. SKN വാക്ക് പറഞ്ഞാൽ ബാക്കി പറയാൻ ഞാൻ വാക്കായിരിക്കണം. പക്ഷേ തെറ്റിച്ചല്ലോ. അപ്പോൾ ഞാൻ അബദ്ധം പറ്റി അങ്ങ് വായിച്ചു തുടങ്ങിപ്പോയതാണ്. പിന്നെ നമുക്ക് വീണടത്തങ്ങ് വിദ്യയാക്കിയത് അങ്ങ് വായിച്ച് തീർക്കുകയായിരുന്നു ഞാൻ. എന്തായാലും മുഖംമൂടി കമൻറ്റുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. മുഖം മൂടി അടിഞ്ഞ് ആൾക്കാരെ പിന്നാമ്പുറത്തിരിക്കാതെ മുഖംമൂടിയും മുഖപടവും എടുത്തു മാറ്റി നിങ്ങൾ പ്രത്യക്ഷത്തിലേക്ക് കടന്നു വരിക, മടിച്ചു നിൽക്കാതെ കടന്നു വരിക. നമുക്ക് വായിക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തി. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്നത്തെ അറസ്റ്റ്. ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചികിത്സയിലുള്ള മാതാവ് ഷിമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയില്ല. പ്രതി അഫാൻ ലഹരിക്ക് അടിമയല്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് ഇന്ന് സ്ഥിരീകരിച്ചു. പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതോടെയാണ് പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രാഥമിക മൊഴിയും രേഖപ്പെടുത്തി. അഫാന്റെ രക്തപരിശോധനാ ഫലമടക്കം പോലീസിന് ഡോക്ടേഴ്സ് കൈമാറി. മദ്യമല്ലാതെ മറ്റൊരു ലഹരിയും കൊലപാതക ദിവസം അഫാൻ ഉപയോഗിച്ചിട്ടില്ല. പ്രതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന ആരോപണങ്ങളും പോലീസ് നിഷേധിച്ചു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയെ റിമാൻഡ് ചെയ്തു. 2 ദിവസം കൂടി മെഡിക്കൽ കോളേജ് പ്രത്യേക സെല്ലിൽ തുടരും. അതിനുശേഷമാകും കസ്റ്റഡിയിൽ വാങ്ങുക. മറ്റു കേസുകളിലെ അറസ്റ്റും തെളിവെടുപ്പും അതിനുശേഷമാകും. അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തിയെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ മടങ്ങി. ആരോഗ്യനിലയിൽ പുരോഗതി വന്ന ശേഷം മൊഴിയെടുക്കും. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തൽ. ഷമിയുടെയും അഫാന്റെയും മൊഴി വിശദമായി എടുക്കുന്നതിലൂടെ കൂട്ടക്കൊല സംബന്ധിച്ച ദുരൂഹത പൂർണ്ണമായും നീക്കാനാകുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. അയാളെ പാങ്ങോട് CI പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ സാമ്പത്തികമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനിടെ ഫർസാനയുടെ കൊലപാതകത്തിന് തൊട്ട് മുമ്പത്തെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്നും പേരുമലയിലേക്ക് ഇടവഴിയിലൂടെ വരുന്നതും പിന്നാലെ അഫാൻ ബൈക്കിൽ പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. 24 തിരുവനന്തപുരം. എന്തായാലും ഇത് നമ്മൾ വിചാരിച്ചു വലിയ MDMA പോലുള്ള വലിയ ലഹരി മരുന്ന് എന്തോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ ഇയാൾ ഇതൊക്കെ ചെയ്ത് കൂട്ടിയതാണെന്ന്. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമാണെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല ബ്ലഡ് റിസൾട്ട് വന്നെങ്കിൽ അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാൻ തരമില്ല. ലിജോ അയക്കുന്നൊരു സന്ദേശം, SKN ചേട്ടാ, നാട് ലഹരിയുടെ പിടിയിൽ, നിയമപാലകർ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പോകും, എങ്ങനെന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും താങ്കൾക്കും ഈ അപകടം നേരിടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണി വരുന്നുണ്ട്. ലഹരി മരുന്നിന് എതിരെയുള്ളൊരു അവബോധം കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ അവബോധം നമുക്ക് എത്രമാത്രം ആളുകളെ കുറച്ചുകൂടി പ്രചരിപ്പിച്ച് നല്ല വഴിക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മൾ 24 തീർച്ചയായിട്ടും 24 കണക്ട് ഇതിനുള്ള സാധ്യത ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ നിങ്ങളുടെ പിൻബലം വേണം എന്ന് മാത്രമേ ഉള്ളൂ. മലപ്പുറം നിലമ്പൂർ ചോളമുണ്ടയിൽ ചരിഞ്ഞ കാട്ടാന കസേരക്കൊമ്പൻ്റെ ജഡത്തിൽ വെടിയുണ്ട കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിലാണ് ഒരു വെടിയുണ്ട കണ്ടെത്തിയത്. വെടിയുണ്ട ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി ബിപിൻ C വിജയൻ ചേരുന്നു. ബിപിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്ന് പറഞ്ഞാൽ ഈ ആനയെ ആരോ വെടിവെച്ചിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അതെ, ആനയ്ക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ന് പുലർച്ചെയാണ് ഈ ചോളമുണ്ടയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ അവിടെ ഒരു സെപ്റ്റിക് ടാങ്കിനുള്ള ഒരു കുഴി എടുത്തിരുന്നു. ഈ കുഴിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇതിന് കസേരക്കൊമ്പൻ എന്നുള്ളതാണ് ഈ ആനയ്ക്ക് വിളിപ്പേരുള്ളത്. 40 വയസ്സിനോളം പ്രായമുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള കരുളായി വനത്തിൽ പിന്നീട് വനപാലകരെത്തി അവിടെ എത്തിച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വെടിയുണ്ട ഈ ആനയുടെ ജഡത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഇതിന്റെ പഴക്കം ഇപ്പോൾ കണക്കാക്കാനായിട്ടില്ല. ഈ വെടിയുണ്ട ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കും. എന്നാൽ ഈ ആനയുടെ മരണകാരണം അത് ഹൃദയാഘാതം എന്നുള്ളതാണ് വനപാലകർ പറയുന്നത്. ഇപ്പോൾ വെറ്റിനറി സർജന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഇതിലാണ് ഈ വെടിയുണ്ട കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആന, ഈ കസേരക്കൊമ്പൻ എന്നുള്ള ആന നിലമ്പൂരിലെ ഈ ചോളമുണ്ട പ്രദേശത്തൊക്കെ വരുന്നതിന് മുൻപ് തമിഴ്നാട് മേഖലയിലായിരുന്നു എന്നുള്ളതാണ് വനം വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണോ കേരളത്തിൽ നിന്നാണോ എന്നറിയില്ല. പക്ഷേ വെടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഒപ്പം തന്നെ ഈ ആനയുടെ ഇപ്പോഴത്തെ മരണകാരണം ഒരു ഹൃദയാഘാതം എന്ന് പറയുമ്പോഴും ഇതിന് ദേഹത്ത് മുറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വെടിയുണ്ട ദേഹത്ത് വെച്ചായിരുന്നു ഈ ആന ഇത്രയും കാലം ജീവിച്ചത്. അതിന് എന്നാണ് വെടികൊണ്ടതെന്നറിയില്ല. പക്ഷേ അതിനുശേഷം അത് ജീവിച്ചത് മുഴുവൻ ഈ ഒരു വേദന സഹിച്ചാണ്. അപ്പോൾ ഈ മുറിവ് കൂടി ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമായിരിക്കും അറിയുക. ഇപ്പോൾ വനം വകുപ്പ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ സ്വാഭാവിക നടപടിയുമായി അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. SK. ഓക്കെ, താങ്ക് യു. മിനി ഗോപകുമാർ പറയുന്നു, നാട്ടിലെ ന്യൂസ് കാണുമ്പോൾ നാട്ടിലോട്ട് വരാൻ പേടി. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് വെളിയിൽ നിന്ന് ഈ പ്രവാസികളായി നിങ്ങളൊക്കെ 24 കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ ചാനൽ കാണുമ്പോൾ ഇവിടെ മൊത്തം പ്രശ്നമാണ്. അങ്ങനെയില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാകും. കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ കേരളത്തിൽ ജനിച്ചു വളർന്നവർക്ക് ഇതൊന്നും ഇഷ്യൂ അല്ല കേട്ടോ. കൊച്ചി കണ്ടെയ്നർ റോഡിൽ വൻ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 1 മണിക്കൂർ നേരമായി ഇവിടെ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ഈ പാലന്നുണ്ട് നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ എറണാകുളം പോകാൻ ഒരു അത്യാവശ്യമായിട്ട് പോണത്, ഒരു ഹോസ്പിറ്റൽ കേസായിട്ട്. വണ്ടി ഇവിടെ നിന്ന് അനങ്ങണില്ല. 1 മണിക്കൂർ 2 മണിക്കൂറായി ഇവിടെ കിടക്കുന്നു. 2 അവറായിട്ട് ഇപ്പോൾ എവിടെ ബ്ലോക്കാണ്, ടോട്ടലി ബ്ലോക്കാണ്. 2 അവറായിട്ട് കണ്ടിന്യൂ ആയിട്ട് ബ്ലോക്കാണ്. പോലീസ് ഇവിടെ ആരും വന്നിട്ടില്ല ഇതുവരെ, എല്ലാം വന്നിട്ടില്ല. YS അഭിനന്ദ് തത്സമയം ചേരുന്നു. അഭിനന്ദ്, ഇപ്പോഴെന്താണ് അവസ്ഥ? ബ്ലോക്ക് മാറിയോ? 2 മണിക്കൂറായെന്ന് പറയുന്നല്ലോ. 2 മണിക്കൂറായി അവിടെ ഗതാഗതമേ നടക്കുന്നില്ലേ? അപ്പോൾ പറയൂ വിവരങ്ങൾ. തീർച്ചയായിട്ടും മണിക്കൂറിലധികമായി ഇത്തരത്തിലേക്ക് ഗതാഗത കുരുക്ക് കൊച്ചി കണ്ടെയ്നർ റോഡിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു റോഡിലാണ് ഇത്തരത്തിലേക്ക് മണിക്കൂറുകളായി ഗതാഗതം സ്തംഭിച്ച ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇവിടെ യാത്രക്കാരെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അവർ രേഖപ്പെടുത്തുന്നത്. 2 മണിക്കൂറായി തങ്ങൾ ഇവിടെ കിടക്കുന്നു. പല ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി എറണാകുളത്തും നഗരപ്രദേശങ്ങളിലേക്കും പോകേണ്ട സമയത്ത് പോലും ഇത്തരത്തിലേക്ക് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നാണ് ഇപ്പോൾ യാത്രക്കാർ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത്. പ്രധാനമായി ഇപ്പോൾ ട്രാഫിക് വെസ്റ്റ് പോലീസ് സ്റ്റേഷനുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കുന്നത് ഒരു വരാപ്പുഴ പാലത്തിന് സമീപം ഒരു വലിയ കണ്ടെയ്നറിന് ഇത്തരത്തിലേക്ക് അപാകതകൾ സംഭവിച്ച അപാകതകൾ പരിഹരിക്കുന്നതാണ് ഇത്തരത്തിലേക്ക് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് ട്രാഫിക് പോലീസ് നൽകുന്ന വിവരം. നമുക്കറിയാം, കൊച്ചി വില്ലിംഗ്ടൺ ഇതിൻ്റെ ഒരു വൻ തീപിടുത്തം ഉണ്ടായിരുന്നു. ആ തീപിടുത്തം ഉണ്ടായ സ്ഥലത്തേക്ക് പോകേണ്ട ഫയർഫോഴ്സ് യൂണിറ്റ് അടക്കം ഇപ്പോൾ ഗതാഗത കുരുക്കിൽ അനുഭവപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല. ധാരാളം ആംബുലൻസുകൾ ഈ ഗതാഗത സമരത്തിന്റെ ഭാഗമായി ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് അടിയന്തരമായ ഇടപെടൽ ട്രാഫിക് പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകണം. 1 മണിക്കൂറിലധികമായി പലയിടത്തും പോകേണ്ട ആൾക്കാരാണ് ഇത്തരത്തിലേക്ക് ദുരവസ്ഥ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കണ്ടെയ്നർ റോഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിലേക്ക് മണിക്കൂറുകളായി ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയുള്ളത്. ഓക്കെ, YS അഭിനന്ദനാണ് എറണാകുളത്തെ കണ്ടെയ്നർ റോഡിൽ നിന്ന് തത്സമയം ചേർന്നവിടെ 2 മണിക്കൂറോളമായി ഗതാഗത കുരുക്കാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ ലോങ് ക്യൂവിൽ കിടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് 80%-ലധികം യുവജനങ്ങളും ജോലിയിൽ കടുത്ത മാനസിക സംഘർഷങ്ങൾ നേരിടുന്നതായി യുവജന കമ്മീഷന്റെ പഠന റിപ്പോർട്ട് വന്നു. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം. കുടുംബവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തതാണ് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. തൊഴിലിടങ്ങളിൽ സ്ട്രെസ് ഓഡിറ്റ് നടത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് അന്ന സെബാസ്റ്റ്യൻ എന്ന യുവതി ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു യുവജന കമ്മീഷൻ വിഷയത്തിൽ പഠനം നടത്തിയത്. 5 തൊഴിൽ മേഖലയിൽ 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള 1548 പേർക്കിടയിലായിരുന്നു പഠനം. ഇതിൽ കൂടുതലും ജോലി സമ്മർദ്ദം നേരിടുന്നത് IT മേഖലയിലുള്ളവരാണ്, 84.3%. 2ാം സ്ഥാനത്ത് മീഡിയ മേഖലയിലുള്ളവർ 83.5%. ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയിൽ 80.6%, ഗിഗ് എക്കണോമിയിൽ 75% കടുത്ത തൊഴിൽ സമ്മർദ്ദത്തിലാണ്. റീറ്റെയിൽ ഇൻഡസ്ട്രിയൽ തൊഴിൽ മേഖലയിലുള്ളവർക്ക് താരതമ്യേന തൊഴിൽ സമ്മർദ്ദം കുറവാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കുറച്ചുകൂടി ഈ ഒരു പ്രശ്നം കൂടുതൽ കണ്ടെത്തുന്നത്.
സാമ്പത്തിക അരക്ഷിതാവസ്ഥയും അതോടൊപ്പം തന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസ് സംബന്ധമായ പ്രശ്നങ്ങളാണ് ഈ മാനസിക സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം. ഈ കുടുംബവും ജോലിയും രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത, രണ്ടിനും മാന്യമായ സമയം ചെലവഴിക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ എവിടെയോ ഏതെങ്കിലും ഒന്നേ പൂർണ്ണമായും നീതി പുലർത്താൻ വേണ്ടി പറ്റൂ എന്നൊരു പ്രശ്നം ഇതിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് ഓഫ് യൂത്ത് അറ്റ് വർക്ക് എന്ന പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. തൊഴിൽ സ്ഥാപനങ്ങളിൽ കൃത്യമായി സ്ട്രെസ് ഓഡിറ്റ് നടത്തണമെന്നും സ്ഥാപനങ്ങളിൽ റീക്രിയേഷൻ കോർണറുകൾ സ്ഥാപിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കുവാൻ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ സ്ട്രെസ് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും വെൽനസ് അവർ, ഈ വെൽനസ് അവർ ഉണ്ടാക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ അതിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ 1 മണിക്കൂർ സമയത്ത് ഷെയർ ചെയ്യാനും മറ്റുമെല്ലാമുള്ള ഒരു സംഭവം. തൊഴിലിടങ്ങളിൽ പരമാവധി ഒരു ഫ്രണ്ട്ലി ആക്കി മാറ്റി തീർക്കാനുള്ള ഒരു നിർദ്ദേശം, അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി വെക്കുന്നത്. അടുത്ത ഘട്ടമായി തൊഴിൽ മേഖലയിലെ മാനേജ്മെന്റുമായി ചർച്ച നടത്തി റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാനാണ് യുവജന കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. വയനാട് കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ക്ലാർക്കായ ജീവനക്കാരിയാണ് ഓഫീസ് ശുചിമുറിയിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഓഫീസിലെ സഹപ്രവർത്തകൻ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു. ജോയിന്റ് കൗൺസിൽ നേതാവ് പ്രജിത്തിനെതിരെയാണ് പരാതി. ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഈ ജോയിന്റ് കൗൺസിൽ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരമുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യരുത് എന്നുകൂടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. സംഘടനാ ബലത്തിൻ്റെ പേരിൽ പാവം ജീവനക്കാരെ ഹരാസ് ചെയ്യുന്ന ഈ ഇത്തരക്കാരെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ സംഘടനയിൽ വെച്ച് ഉറപ്പിക്കരുത് അവരെ. ഈ വാർത്തയിലേക്ക്. ഇന്ന് ഉച്ചയോടെയാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ജീവനക്കാരിയായ യുവതി ഓഫീസിലെ ശുചിമുറിയിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. CPIയുടെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ നേതാവും ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ ക്ലർക്കുമായ പ്രജിത്ത് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് യുവതി നേരത്തെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിൽ പരാതി നൽകിയിരുന്നു. ഇന്ന് വനിതാ കമ്മീഷന്റെ സിറ്റിംഗിനിടെ യുവതിയെക്കുറിച്ച് ഇയാൾ മോശമായി പറഞ്ഞതായും ആരോപണമുണ്ട്. ഇതിനുശേഷം മാനസികമായി തളർന്ന യുവതി ഓഫീസിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു. ജോയിന്റ് കൗൺസിലിന്റെ നേതാവാണ് പ്രജിത്ത് ബി എന്ന് പറയുന്ന ആള്. അയാൾ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് അവളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അത് നടക്കാത്തതുകൊണ്ടായിരിക്കും അവളുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞാണ് ആരംഭിച്ചത്. വിഷയത്തിൽ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി നടപടിയെടുത്തില്ലെന്ന് NGO യൂണിയൻ. ഒരു വനിതാ ജീവനക്കാരിക്കെതിരെ മോശമായ പെരുമാറ്റത്തിന് പരാതി കൊടുത്തപ്പോൾ ആ പരാതിക്ക് അടിസ്ഥാനത്തിലുള്ള ആൾ തന്നെ ഫയൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുനിസിപ്പൽ കൃഷി ഓഫീസർ തന്നെ സ്ഥലം മാറ്റുന്ന നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് NGO യൂണിയൻ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കളക്ടറേറ്റിൽ പ്രകടനം നടത്തിയ ജീവനക്കാർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. ഈ പറയുന്ന ഈ അവസ്ഥയിലേക്ക് ഈ ജീവനക്കാരി എത്തിച്ച ഈ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും, അത് ജില്ലാ ഓഫീസർ മുതൽ താഴെ വരെയുള്ള എല്ലാ ജീവനക്കാരെയും മാതൃകാപരമായി ശിക്ഷിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. കൈനാട്ടി ജനറൽ ആശുപത്രി പ്രവേശിപ്പിച്ച യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൽപ്പറ്റ പോലീസ് ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി. 24 വയനാട്. ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വകുപ്പുതല നടപടികൾ മാത്രം പോരാ. ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിലേക്ക് ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് മാത്രമല്ല അയാൾക്ക് വേണ്ടുന്ന പോലെ വിളയാടാൻ അവസരവും ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ മുകളിലിരിക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ കർക്കശമായ നടപടിയെടുക്കണം. ഒരാൾ മരിക്കാൻ ശ്രമിക്കുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കരുതായിരുന്നു ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ശബരിമല റോപ്പ് വേ പദ്ധതിക്ക് വനംവകുപ്പിൻ്റെ പച്ചക്കൊടി കിട്ടി. വനഭൂമി വിട്ടു നൽകുന്നതിൽ വനംവകുപ്പ് വൈൽഡ് ലൈഫ് വാർഡന്റെ ശുപാർശ തേടി. അന്തിമ അനുമതി തേടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് വൈൽഡ് ലൈഫ് ബോർഡ് കത്ത് നൽകും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണിത്. AV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, പറയൂ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ശബരിമലയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ശബരിമല റോപ്പ് വേ കുറേ കാലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോഴാണ് വനംവകുപ്പ് പലപ്പോഴും വനംവകുപ്പിൻ്റെ സ്ഥലം വിട്ടുകിട്ടാത്തത് കൊണ്ടാണ് ശബരിമലയിൽ വികസനം നടക്കാത്തത് എന്ന് പലപ്പോഴും പരാതി ഉയരുന്നതാണ്. എന്നാൽ റോപ്പ് വേക്ക് വനംവകുപ്പിൻ്റെ പച്ചക്കൊടി കിട്ടിയെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. നമുക്കൊപ്പം AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, പറയൂ. അതായത് SKN വനം വകുപ്പ് ഇപ്പോൾ സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡിന്റെ
ഈ കാര്യങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. നാളെ ഈ വൈൽഡ് ലൈഫ് ബോർഡിന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി അധ്യക്ഷനായതാണ് ഈ സമിതി. എന്തായാലും ഈ സമിതി വനം വകുപ്പിന്റെ ഈ ഭൂമി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ പരിശോധിക്കും. അതിനുശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഈ ശുപാർശ സമർപ്പിക്കും. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂമി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം, അന്തിമ അനുമതി നൽകേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ്. അതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡ് ഇത്തരത്തിലൊരു ശുപാർശ നൽകി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അന്തിമ ശുപാർശ എന്തായാലും അനുമതി നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭൂമി വിട്ടു നൽകുന്നതിൽ പ്രശ്നമില്ലെന്ന് കാണിച്ച വനം വകുപ്പ്, അതുപോലെ റാന്നി DFOയും പെരിയാർ ടൈഗർ റിസർവ് ഡയറക്ടറും നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു പദ്ധതിയാണ് ഈ റോപ്പ് വേ. കാരണം ആളുകളെ ഉൾപ്പെടെ കൃത്യമായി മുകളിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമാകുന്നൊരു പദ്ധതിയാണ് ഇത്. എന്തായാലും പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനം ബാരക്ക് വരെ 2.7 കിലോമീറ്ററാണ് ഇത്തരത്തിൽ റോപ്പ് വേ വരുന്നത്. എന്തായാലും ഈ അനുമതി, സാങ്കേതിക അനുമതികൾ കൂടി ലഭിക്കുന്നതോടുകൂടി ഈ വർഷം തന്നെ പദ്ധതി ആരംഭിക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. SK. താങ്ക് യു. അഞ്ജു മാത്യു പറയുന്നു, റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഇപ്പോൾ യൂണിഫോം ഒക്കെ ധരിച്ചല്ലോ. SKN യൂണിഫോം ധരിച്ചപ്പോൾ നല്ല രസമായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു തുടക്കമാവട്ടെ ഇതുപോലുള്ള മാറ്റങ്ങൾ. അപ്പോൾ അഞ്ജു മാത്യുവിനെ പോലുള്ള പ്രേക്ഷകർക്ക് അത് ഇഷ്ടമായി എന്നറിയുമ്പോൾ വളരെ സന്തോഷം. ഇനി മറ്റൊരു സങ്കടകരമായ വാർത്തയിലേക്ക്. CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും 2 തവണ പരവൂരിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത P. രാജുവിൻ്റെ മരണത്തിന് പിന്നാലെ വിവാദമുണ്ടായിരിക്കുന്നു. പാർട്ടി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കേണ്ട എന്ന് കുടുംബം തീരുമാനിച്ചു. പിന്നിൽ നിന്ന് കുത്തിയ ആളുകൾ ആരും മൃതദേഹം കാണാൻ വരേണ്ടെന്നും കുടുംബം പറയുന്നു. ഇവിടുന്ന് ആരെങ്കിലൊക്കെ വന്നിട്ട് അത്രയും കാലം ഉപദ്രവിച്ച ആൾക്കാർ, പുള്ളി ഇപ്പോൾ മരിക്കാനായിട്ടുള്ള മാനസികമായ വിഷമത്തിന് കാരണമായ ആൾക്കാർ, ഒന്നൊന്നും അല്ലാതെ ഞാൻ പറയുന്നത്, അവർ കാരണം മരിച്ചൊന്നുമല്ല പറയുന്നത്. കാരണം സമയമായാൽ മരിക്കാണ്ടിരിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതിന് കാരണക്കാരായവർ ഒരു സാധനം പൊക്കി പിടിച്ചിങ്ങോട്ട് വരരുത്. ഈ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം പറഞ്ഞെന്നൊക്കെ പറയുന്നു. അവർ തടഞ്ഞൊരാൾ, പിന്നെ എന്തിനാ അവർ ഇതിൻ്റെ പിന്നാലെ നടക്കണേ? അപ്പോൾ അതിൽ വേറെ എന്ത് ഉദ്ദേശമുണ്ട്? അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ തഴഞ്ഞ് അവർക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ തരം താഴ്ത്തിയ ഒരാളുടെ പിന്നാലെ ഇവരൊക്കെ നടക്കണതിനാന്നേ. ക്യാൻസർ രോഗബാധിതനായിരുന്നു അദ്ദേഹം. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ വ്യക്തിഹത്യ നടത്തിയത് P. രാജുവിന് ആഘാതമായെന്നാണ് മുതിർന്ന CPI നേതാവ് K. ഇസ്മയിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, പറയൂ. CPIയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തിന്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു P. രാജു. CPIയുടെ 2 ജില്ലാ സെക്രട്ടറി ആവുന്നു. ഒപ്പം തന്നെ 2 തവണ പറവൂരിന്റെ MLA ആയി നിയമസഭയിലേക്ക് എത്തുന്നു. അങ്ങനെ CPIയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മുഖമായി എറണാകുളത്ത് മുക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഴിമതി ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് സംഘടനാ നടപടി നേരിടുന്നത്. കൺട്രോൾ കമ്മീഷന്റെ അവസാനം കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അത്തരത്തിലേക്ക് ഒരു തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടില്ല എന്ന് 2 കോടിയിലധികം രൂപയുടെ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. പിന്നീട് അത് കൺട്രോൾ കമ്മീഷന്റെ കണ്ടെത്തലിൽ ഒരു 2 ലക്ഷം എന്നുള്ള നിലയിലേക്ക് എത്തുന്നു. അങ്ങനെ നിരന്തരമായ അഴിമതി ആരോപണം അദ്ദേഹത്തിന് ഒരുപാട് തളർത്തിയിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. പിന്നീട് ആരോപണങ്ങളെല്ലാം അദ്ദേഹം തെളിയിച്ച് വീണ്ടും സംഘടനാ പ്രവർത്തനം സജീവമാകേണ്ട സമയത്ത് എത്തിയപ്പോൾ പോലും കൃത്യമായ ഒരു ഘടകം പാർട്ടി അദ്ദേഹത്തിന് നൽകിയില്ല എന്നതാണ് കുടുംബം ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷം പാലാരിവട്ടം റിനേ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് പൊതുദർശനത്തിനായി CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുമെന്നായിരുന്നു ആദ്യം നൽകിയ നിർദ്ദേശം. എന്നാൽ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കേണ്ടതില്ല എന്നതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കുടുംബം പറയുന്നത് പ്രകാരമാണ് അദ്ദേഹത്തിന് പലതവണ പാർട്ടി അദ്ദേഹത്തിന് സത്യം തെളിഞ്ഞിട്ട് പോലും അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിന് മുതിർന്ന നേതാവായിട്ടുള്ള CPIയുടെ നേതാവ് K. ഇസ്മയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പോലും കളങ്കപ്പെടുന്ന രീതിയിൽ, അതിന്റെ സൽപ്പേരിനെ പോലും അവമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ പല സഖാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് K. ഇസ്മയിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പ് CPIയുടെ ജില്ലാ സെക്രട്ടറി KM ദിനകരൻ 24നോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇപ്പോൾ വിവാദത്തിനുള്ള സമയമല്ല, എപ്പോഴും അംഗീകരിക്കപ്പെടുന്ന നേതാവാണ് P. രാജു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കും. പിന്നീട് എന്താണെന്നുള്ളത് ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം വ്യക്തമായ നിലപാട് പറയാമെന്നാണ് CPIയുടെ ജില്ലാ സെക്രട്ടറി KM ദിനകരൻ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും പൊതുദർശനം അവർ കുടുംബം നിശ്ചയിച്ച മാതിരി നടക്കട്ടെ, അതിനുശേഷം മറ്റ് പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്തായാലും CPI സംസ്ഥാന ഘടകം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. K. ഇസ്മയിൽ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു വിവാദമാണ് P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. SK.
YS അനന്താണ് വിവരങ്ങൾ നൽകിയത്. അവസാന കാലത്ത് അദ്ദേഹം വല്ലാത്ത ദുഃഖിതനായിരുന്നു. കാരണം ഏതാണ്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം തരം താഴ്ത്തപ്പെട്ടു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതോടെ അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലായി, ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ രോഗം ബാധിച്ചതിന് ശേഷം ആരും അദ്ദേഹത്തെ അന്വേഷിച്ചില്ല. ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ മരണം ഏതാണ്ട് ആസന്നമാണെന്ന് അറിഞ്ഞപ്പോഴാണ് 1-2 നേതാക്കന്മാർ ആശുപത്രിയിലേക്ക് വിളിക്കുകയും അവിടെ എത്തിയതുമെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് കുറച്ച് പിന്നോട്ട് നടന്നാൽ ഒരു കാര്യം മനസ്സിലാവും. കഴിഞ്ഞ CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വെട്ടിനിരത്തൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്നത്തെ കാനം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ജില്ലാ സമ്മേളനത്തിൽ എതിർപക്ഷത്തെ വെട്ടിനിരത്തി. സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കാനം പക്ഷത്തിൻ്റെ നേതാവ് എത്തിയതോടെ P. രാജീവിനെതിരെ രാഷ്ട്രീയ കരുനീക്കം നടന്നു. ഒരുപാട് സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് വിമർശനങ്ങൾ വന്നു. അദ്ദേഹത്തെ ആ സമ്മേളനം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി P. രാജു. വളരെ ഒറ്റപ്പെട്ടു പോയി. കാരണം ഒരുപാട് കാലം അദ്ദേഹം പ്രവർത്തിച്ച പ്രസ്ഥാനം തന്നെ തള്ളിപ്പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതൊന്നും ഈ കുടുംബത്തിന് അത്ര പെട്ടെന്ന് മറന്നു പോകാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും ഫലം അനുഭവിച്ചത് P. രാജുവിൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ അദ്ദേഹത്തെ ദ്രോഹിച്ച ആളുകളൊന്നും ഈ മൃതദേഹം കാണാൻ എത്തേണ്ട എന്ന്. നമുക്കവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മലയാളിയുടെ സ്വീകരണ മുറികളിൽ ചിരിപ്പൂരം തീർത്ത ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ കോമഡി ഷോ 200ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 1 വർഷമായി തുടരുന്ന യാത്രയിൽ 4 കലാകാരന്മാരുടെ വീട് എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാനും ഈ ഐറ്റം വേറെ എന്ന കോമഡി ഷോയ്ക്ക് സാധിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30 മണിക്കാണ് ഫ്ലവേഴ്സിൽ ഇത് ഐറ്റം വേറെ എന്ന പരിപാടി സംപ്രേഷണം ചെയ്തു വരുന്നത്. ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഈ കൂട്ടത്തിൽ? മിസ് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90ാമത്തെ വയസ്സിൽ നമ്മളിവിടെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് എന്റെ ദാക്ഷായണി എന്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അതിന് അമ്മമ്മേരെ പേര് രാധയെന്നല്ലേ? ഇത് ഐറ്റം വേറെ. പ്രേക്ഷക ലക്ഷങ്ങൾ നെഞ്ചേറ്റിയ പരിപാടി. സ്വീകരണ മുറികളിൽ കൂട്ടച്ചിരിയുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ച രാത്രികൾ. മലയാളിയുടെ പ്രിയപ്പെട്ട കോമഡി ഷോ ഇത് ഐറ്റം വേറെ 200ാം എപ്പിസോഡിന്റെ നിറവിൽ. കലാഭവൻ ഷാജോണും ബിജിക്കുട്ടനും കലാഭവൻ പ്രജോദും നസീർ സംക്രാന്തിയും വിധികർത്താക്കളായി എത്തുന്ന ഫ്ലവേഴ്സ് ഇത് ഐറ്റം വേറെ ഓരോ ദിവസവും പുതിയ ചിരിപ്പൂരങ്ങൾ തീർക്കുന്നു. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ മുറിക്കും. ഒരു കാര്യം ചെയ്യാം, ഈ കേക്ക് എടുത്ത് മൊത്തം ഇവന്റെ വായിക്കാത്തോട്ട് കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഇവൻ പാടത്തില്ലല്ലോ. ഇത് ഐറ്റം വേറയിലൂടെ 4 കലാകാരന്മാർക്കാണ് വീടൊരുങ്ങിയത്. സുമനസ്സുകളായ പ്രേക്ഷകർ കൈകോർത്തപ്പോൾ സൈന്ധവ്, കൊച്ചുപ്രദീപ്, രാജേഷ് കൊട്ടാരത്തിൽ, ഹരി എന്നിവർക്ക് വീടെന്ന സ്വപ്നം സഫലമായി. നിരവധി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചിലവുകൾ നിറവേറ്റി. ഇന്നാണ് ആ ദിവസം. ഫ്ലവേഴ്സ് ഇത് ഐറ്റം വേറയിലെ ഏറ്റവും ഉയർന്ന പ്രൈസ് മണി ദീപുവും ശ്രീജുവും മനു കുമ്പാരിയും കരസ്ഥമാക്കുന്നു. തികച്ചും സാധാരണക്കാരായ ഹാസ്യ കലാകാരന്മാർക്ക് മാറ്റുരയ്ക്കാനുള്ള വേദിയിൽ ഇതുവരെ നിരവധി കലാകാരന്മാർ സ്കിറ്റുകൾ അവതരിപ്പിച്ചു. ജീവിതം തുളുമ്പുന്ന നാടൻ ശൈലിയിലുള്ള സ്കിറ്റുകൾ കോമഡിയുടെ പുത്തൻ വ്യാകരണം ചമച്ചു. പൊടിയൻ കൊച്ചാട്ടനും വനജ ടീച്ചറുമൊക്കെ അങ്ങനെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കിയത്. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30ക്കാണ് പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. ഇപ്പോൾ AV ജയശങ്കർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അടൂരിലെ ഏനാത്ത് സ്റ്റുഡിയോയിൽ തീപിടുത്തമുണ്ടായി. സ്ഥലത്ത് എത്തി തീയണയ്ക്കാൻ ശ്രമിച്ച പോലീസ് ഇൻസ്പെക്ടർക്ക് പൊള്ളലേറ്റു. ഇൻസ്പെക്ടറുടെ വലത് കൈത്തണ്ടയിലാണ് പരിക്കേറ്റത്. ആശുപത്രിയിൽ പോലീസുകാരൻ്റെ കയ്യിൽ 5 തുന്നലിട്ടു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി വാൽകൃഷ്ണം. പല കാരണങ്ങൾ കൊണ്ട് പിളർപ്പിനെ പറ്റി മാത്രം നേതാക്കൾ സംസാരിക്കുമ്പോൾ ഐക്യത്തെപ്പറ്റി ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എന്നാൽ പിളർപ്പുണ്ടായ കാലത്തെ നിലപാടുകളിൽ നിന്ന് CPIയും CPIഎമ്മും മാറിയിട്ടില്ല എന്നാണ് AK ബാലൻ്റെ മറുപടി. ബിനോയ് വിശ്വത്തിൻ്റെ ആഗ്രഹം നടക്കണമെങ്കിൽ ഏതൊക്കെ നിലപാടുകൾ തിരുത്തേണ്ടി വരും? M. അഫ്സലിൻ്റെ വാൽകൃഷ്ണൻ. അങ്ങനെ CPIയുടെയും CPIഎമ്മിൻ്റെയും കൈകൾ കോർത്താലോന്ന് ഒരാലോചന. നമ്മുടെ മുമ്പിൽ ഭാവിയെപ്പറ്റി പറയുമ്പോഴെങ്കിലും ഐക്യം എന്നതിനെപ്പറ്റി ലക്ഷ്യമായി പ്രഖ്യാപിക്കാൻ കാലമായി അത് വേഗം പടില്ല എന്നാണ് CPIയുടെ കാഴ്ചപ്പാട്. പക്ഷെ പണ്ടത്തെ പിളർപ്പിന്ന് ഒരടി ഇങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ ബാലൻ സഖാവിന് കഴിയണില്ല. പക്ഷേ പറ്റിപ്പോയ തെറ്റുകൾ തിരുത്താനുള്ള അവസരം ജനാധിപത്യത്തിലുണ്ട്. എപ്പോഴും
ഇപ്പോൾ. പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു ഘട്ടത്തിലാണല്ലോ CPI, CPIM രണ്ട് പാർട്ടികളായി രൂപപ്പെട്ടത്. അതാണ് ട്രാക്ക് മാറി സഞ്ചരിക്കാനുള്ള കാലായി എന്നാണ് ബിനോയ് സഖാവിന്റെ കണ്ടെത്തൽ. ലക്ഷ്യം പ്രഖ്യാപിക്കാൻ കാലമായി. അതെ, കാലം ഒരുപാട് മാറി. പണ്ട് പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ട കാലം വന്നു. ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം. അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ്. ഇന്നതാണോ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നതൊക്കെ മാറി, ഉന്നത വിദ്യാഭ്യാസമൊക്കെ മാറി. ബാലൻ സഖാവ് പറയണോട് തന്നെ നിന്നാ മതിയോ ടീച്ചറെ? നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പനി കാത്തു നിൽക്കണ്ട, നാളെ തന്നെ അങ്ങോട്ട് ഒന്നിക്കാം. നാളെ ഒന്നാകുമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെന്താണ് നമ്മളെ ലക്ഷ്യം? എന്താണ് CPI ലക്ഷ്യമാക്കുന്നത്? ലയനമല്ല. ബാലൻ സഖാവേ, ഇത് ലയിക്കൊന്നും വേണ്ട. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടി പോയാലോ? കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ രണ്ട് വിപ്ലവകാരികൾ തമ്മിൽ വഴക്കുണ്ടാകരുത്. കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ കൂട്ടിക്കെട്ടല് നടക്കൂല. വേറെ ഇപ്പൊ എന്താ ബിനോയ് സഖാവേ നടക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹം പറയും. തത്വനിഷ്ഠമായ ഒരു പുനരേകീകരണം, അതാണ് CPI നയം. ബാലാട്ടാ, മൂപ്പര് നല്ല താല്പര്യത്തിലാട്ടോ. ഒരാഗ്രഹ പ്രകടനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല. ഏച്ചുകൂട്ടിയാലും മുഴച്ചിരിക്കും. ഈ കഷ്ണായ മുണ്ടിനെ കോർത്തിണക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കീറുമല്ലോ. അപ്പൊ കൂട്ടിക്കെട്ടല് നടക്കൂല. കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും കീറൂല്ലേ? ബിനോയ് സഖാവേ, സംഗതി ആവും നടക്കൂല കേട്ടോ. കൂട്ടിക്കെട്ടിയാല് പിന്നെ അത് കീറുന്നാണ് ബാലൻ സഖാവ് പറയണേ. അത് പിടിച്ചു കുലുക്കിയാൽ വരില്ല. അതായത് ബാലൻ സഖാവേ, നമ്മൾ മാങ്ങ കുലുക്കി ചാടിക്കണത് പോലെ നിന്ന് കുലുക്കിയാലൊന്നും ഐക്യം വരൂലെന്ന്. പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. ഇത് നടക്കൂല ബിനോയ് സഖാവേ. ബാലേട്ടൻ ഒരു അടിക്ക് വിട്ടു തരുന്നില്ല. പ്രക്രിയ, സംവാദങ്ങൾ വേണ്ടി വരും, ചർച്ച വേണ്ടി വരും. അപ്പൊ ചർച്ചക്ക് റെഡിയാണ്. ഇനി പറയും ബാലൻ സഖാവേ, നിങ്ങൾ ആദ്യത്തെ പ്രശ്നം എന്താണ്? ഇന്ത്യ രാജ്യം ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിലാണെന്ന്, അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് CPIM-ന്റെ വ്യക്തമായിട്ടുള്ള നയമാണ്. അപ്പൊ ആ നയം മാറ്റൽ നടക്കുമോ ബിനോയ് സഖാവേ? ആ ഗവൺമെന്റിനെ ഞങ്ങൾ ഫാസിസ്റ്റായി കാണുന്നു. CPM-നും അത് തിരുത്തേണ്ടി വരും. അത് തിരുത്തോ അതോ ബിനോയ് സഖാവിനെ ആർക്കെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുമോ? കുട്ടിയെ, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, തർക്കുത്തരം പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊന്നുമല്ല, ഇത് വസ്തുതയെ, ഒരു സത്യത്തെ വസ്തുതയായിട്ട് കാണും. ഇപ്പോൾ പകലാണ് എന്നുള്ളത് നമ്മൾ പകലായിട്ട് കാണണ്ടേ? അല്ല, ഇപ്പോൾ വൈകുന്നേരമാണ് എന്ന് കണ്ടാൽ പോയില്ലേ? അപ്പോൾ നിങ്ങളിവിടെ കാറ്റുകൊള്ളാൻ ഇറങ്ങൂലേ? അപ്പൊ തീർത്ത് പറയാം, കൂട്ടിക്കെട്ടല് തൽക്കാലം നടക്കൂല. ഇപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ബിനോയ് സഖാവിന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി CPI നയം മാറ്റുമോ? CPIM-ഉം ബാലൻ സഖാവും ഒക്കെ നിലപാട് തിരുത്തി കീറി പറയാത്ത രീതിയിൽ ഇത് കൂട്ടിക്കെട്ടുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു.